തൃണമൂൽ കോൺഗ്രസിന് UDF-ൽ അസോസിയേറ്റഡ് അംഗത്വം നൽകിയതിന് പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരത്തിനിറങ്ങുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിച്ച് ബേപ്പൂരിൽ പോരിനിറങ്ങുമെന്ന് നേരത്തെ PV അൻവർ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ബേപ്പൂരിൽ PV അൻവറിനെ സ്വാഗതം ചെയ്ത് ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിൽ ബേപ്പൂരിൽ 1340 വോട്ടിന്റെ ലീഡ് മാത്രമാണ് LDF-നുള്ളത്. അൻവർ മത്സരത്തിനിറങ്ങിയാൽ LDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി അട്ടിമറി വിജയം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോരിനിറങ്ങി CPM-മായി അകന്ന PV അൻവറിന്റെ വിമർശന മുനയിൽ മന്ത്രി മുഹമ്മദ് റിയാസുമുണ്ട്. ബേപ്പൂരിൽ മത്സരത്തിനിറങ്ങി സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രതീകമാകാൻ അൻവറിനും ആഗ്രഹമുണ്ട്. അതേസമയം കോൺഗ്രസ് മത്സരിക്കുന്ന തവനൂർ മണ്ഡലമാണ് PV അൻവറിന്റെ മുൻഗണന. ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി, മഞ്ചേരി തുടങ്ങിയ മണ്ഡലങ്ങളിലും അൻവറിന് കണ്ണുണ്ട്. എന്നാൽ UDF എടുക്കുന്ന ഏതു തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം, ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല. അതിൽ എങ്ങനെയാണോ UDF-ന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകും. ബേപ്പൂരിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിലും LDF-ന്റെ കയ്യിലുള്ള കുത്തക സീറ്റായതിനാൽ വിട്ടുകൊടുക്കുന്നതിന് എതിർപ്പുണ്ടാകാൻ ഇടയില്ല. പക്ഷേ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്ന വലിയ പദ്ധതികൾ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ട്. ഏതായാലും പാർട്ടി നടത്തിയ പ്രകടനത്തിന് ലഭിച്ച അസോസിയേറ്റ് അംഗത്വത്തിന് തുടർച്ചയായി വിജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് PV അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷ. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.